അല്ലേ നമുക്കിനിയും ഇന്നലെ വളരെ ആശ്വാസകരമായ ഒരു വാർത്ത വന്നത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടാണ്. കാരണം മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന നടത്തണം എന്ന് കേന്ദ്ര ജല കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, മുല്ലപ്പെരിയാറിൽ കേരളത്തിന്റെ ആശങ്ക നമുക്കറിയാം. ഒരുപാട് ജില്ലകളിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കിക്കാരൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അവിടെ സമരസമിതിയൊക്കെ ഇപ്പോഴും വളരെ ആക്റ്റീവായുണ്ട്. അതിനിടയിലാണ് വേണമെങ്കിൽ ഒരു ആശ്വാസം എന്ന തരത്തിലുള്ള വാർത്ത വന്നിരിക്കുന്നത്. 12 മാസത്തിനകം ഈ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കണം എന്നുള്ളതാണ് ജല കമ്മീഷന്റെ നിർദ്ദേശം. നമുക്ക് കേരളത്തിന്റെ പ്രതിനിധിയൊക്കെ വെക്കാം, കേരളത്തിന്റെ പ്രതിനിധി നമുക്ക് നിർദ്ദേശിക്കാം എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് എപ്പോഴേക്ക് തുടങ്ങുമെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ജല കമ്മീഷന്റെ തീരുമാനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് കേരളം. 12 മാസത്തിനുള്ളിൽ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കുമ്പോൾ കേരളത്തിന്റെ ആശങ്കകൾ ജല കമ്മീഷനെ ബോധ്യപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ പരിശോധിക്കേണ്ടതില്ല എന്ന തമിഴ്നാടിന്റെ വാദം തള്ളിയാണ് കേരളത്തിന്റെ വാദം അംഗീകരിച്ചത്. പ്രിൻസ് തന്നെയാണ്. പ്രിൻസ്, പ്രതീക്ഷയുള്ള തീരുമാനമാണ്. എപ്പോഴേക്ക് പരിശോധന തുടങ്ങും? തമിഴ്നാട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ? സുജിത്ത്, വളരെ ആശ്വാസകരമായ പ്രതീക്ഷയേകുന്ന ഒരു പ്രഖ്യാപനമാണ് ഇന്നലെ ജല കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ മാസത്തിനുള്ളിൽ തന്നെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുക എന്നാണ് സൂചന. തീർച്ചയായും 12 മാസത്തിനുള്ളിൽ തന്നെ ഈ പരിശോധന പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ പരിശോധനകൾ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. കേരളത്തിന്റെ പ്രതിനിധിയോട് കൂടി ഉൾപ്പെടുത്തുന്നതോടെ കേരളത്തിൽ ആശ്വാസകരമായ ഒരു നടപടി ഉണ്ടാകും എന്നൊരു പരിശോധന ഉണ്ടാകും എന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഡാമിന്റെ നിലവിലത്തെ അവസ്ഥ, ഭൂകമ്പങ്ങൾ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ ഇത്തരത്തിൽ ഇത് അതിജീവിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും വയനാട് ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ വലിയ ആശങ്ക മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് സമരസമിതിയൊക്കെ കൂടുതൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ ആയി രംഗത്തേക്ക് എത്തൊരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിർദ്ദേശം വളരെ വലിയ ആശ്വാസകരമായാണ് കേരളത്തിന് മാറിയിരിക്കുന്നത്. 2013 ഇതിനു മുൻപ് ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2026 മാത്രം പരിശോധന നടത്തിയാൽ മതി എന്ന തമിഴ്നാടിന്റെ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് കേരളത്തിന്റെ നിർദ്ദേശം അംഗീകരിച്ചിരിക്കുന്നത്, കേരളത്തിന്റെ വാദം അംഗീകരിച്ചിരിക്കുന്നത്. മുൻപ് 2013 ഇത്തരത്തിൽ പരിശോധനകൾ നടത്തിയിരുന്നത്. ഒപ്പം ബേബി ഡാമിന്റെ അടക്കം ശക്തി വർദ്ധിപ്പിച്ച് ഒപ്പം ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്നൊക്കെയുള്ള തമിഴ്നാടിന്റെ വാദം നിലനിർത്തിയാണ് ഈ പരിശോധന നടത്താൻ കൂടിയുള്ള നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഈ മുൻകൂട്ടിയുള്ള ഈ പരിശോധനകൾ ഈ 12 മാസത്തിനുള്ളിൽ തന്നെ പരിശോധന പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശം വലിയ ആശ്വാസകരമാകുന്നു. കേരളത്തിന് അനുകൂലമാകുന്ന ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നടപടികൾ ഈ പരിശോധനയോടെ തുടർന്നുണ്ടാകുമെന്നാണ് കരുതുന്നത്. ശരി, പ്രിൻസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.